പണം മനുഷ്യന് ജീവിക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. പണമില്ലെങ്കിൽ മനുഷ്യന് ജീവിതം തന്നെ ദുസ്സഹമായി തീരും. നമ്മൾ കേട്ടിട്ടില്ലേ, പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കുകയില്ല എന്ന്. അപ്പോൾ പണം നമുക്ക് ജീവിക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. എന്നാൽ ഇതേ പണം തന്നെയാണ് മനുഷ്യനെ എല്ലാ പ്രശ്നങ്ങളിലും, പ്രതിസന്ധികളിലും, പാപത്തിലും, പലവിധ ദുരിതത്തിലും കൊണ്ട് ആക്കുന്നത്. അതെങ്ങനെയാണ് പണം തന്നെ മനുഷ്യന് ഉപകാരപ്പെടുന്നതും അതേ പണം തന്നെ മനുഷ്യനെ ദുഃഖത്തിലും, ദുരിതത്തിലും, പ്രശ്നത്തിലും ഒക്കെ കൊണ്ട് ആക്കുന്നതും? പലപ്പോഴും പണം നമുക്ക് എന്തിനാണ്? പണം മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ പണത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന് വന്നു ചേരുന്നത്. നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, എന്തെന്നാൽ എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണം ധനമോഹമാണ് എന്ന്. ആഗ്രഹം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അത്യാഗ്രഹങ്ങളാണ് നമ്മളെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൊണ്ട് എത്തിക്കുന്നത്. ആശ ഉണ്ടായിരിക്കണം. ദുരാശകളാണ് നമ്മളെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൊണ്ട് നമ്മളെ എത്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, ജീവിക്കാൻ വേണ്ടി നമ്മൾ പണം സമ്പാദിക്കണം. പണത്തിനു വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ അത്യാഗ്രഹികളായി തീരുന്നതും ആ അത്യാഗ്രഹം നമ്മളെ പല പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ കൊണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ പണത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയും നമ്മൾ പലവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ചെന്നുപെടുകയും രോഗികളും ദുഃഖിതരും ആകുലതരും ഒക്കെയായി തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിക്കാനാണ് പണം. പണത്തിനു വേണ്ടി ജീവിക്കാതിരിക്കുക. കാരണം ഇതാണ് മനുഷ്യനെ എല്ലാ പ്രശ്നങ്ങളിലും കൊണ്ടെത്തിക്കുന്നത്. നമുക്കറിയാം, അധ്വാനിക്കാതെ കിട്ടുന്ന പണമാണ് മനുഷ്യനെ അഹങ്കാരിയാക്കി തീർക്കുന്നതും അവനെ ദൈവത്തിൽ നിന്ന് പോലും അകറ്റിക്കളയുകയും ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യന് പണം ആവശ്യമാണ്. എന്തിന്? ജീവിക്കാനായിട്ട്. എന്നാൽ പണത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. കാരണം എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.